ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ കുറച്ച് പേരുടെയെങ്കിലും ഡൗട്ട് തീർക്കുന്ന ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ്. ഇതാണ് ആ വെറൈറ്റി സാധനം. എൻ്റെ മുന്നിലിരിക്കുന്ന സാധനം കണ്ടോ? ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇതിന് ഡ്രൈഡ് വെജിറ്റബിൾ ചിപ്സ് എന്നാണ് പറയുക. നമുക്ക് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒക്കെ കുറേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമ്മൾ കുറേ കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ വെജിറ്റബിൾ ചിപ്സ് കമ്പാരിറ്റീവ്ലി ന്യൂ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ചില ബേക്കറീസിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് എന്തോ ഒരു ആർട്ടിഫിഷ്യൽ സാധനമാണ്. അത്രമാത്രം ഒറിജിനാലിറ്റി, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വെജിറ്റബിൾസ് മേടിക്കാൻ കിട്ടുമല്ലോ വെറുതെ ഷോ പീസായിട്ട്, അത്രമാത്രം ഒറിജിനാലിറ്റി ഇത് സാധനത്തിനുള്ളത് കൊണ്ട് ഞാനും വിചാരിച്ചത് അങ്ങനെയൊക്കെയാണ് ആദ്യം കേട്ടോ. അതിനുശേഷം ഞാൻ അത് കുറച്ച് വാങ്ങി യൂസ് ചെയ്ത് നോക്കി. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഒറിജിനൽ വെജിറ്റബിൾസിൻ്റെ അതേ ടെക്സ്ചറും അതേ കളറും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ചിപ്സാണ്. ഇതിൽ നോക്കിയാൽ വെണ്ടയ്ക്കൊക്കെ നോക്കിയേ, നമ്മുടെ ഒക്ര അല്ലെങ്കിൽ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ സാധനം വളരെ ശരിക്കും പച്ച വെണ്ടയ്ക്ക പോലെ തന്നെയുണ്ട്, പക്ഷേ ശരിക്കും ഡ്രൈഡാണ്. ഇത് ചിപ്സ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ മത്തനുണ്ട്, പിന്നെ ഈ കാണുന്നത് നമ്മുടെ സുക്കിനി എന്ന് പറയും, വെള്ളരിക്കയുടെ ഒക്കെ വർഗ്ഗത്തിലുള്ള സാധനമാണ്. സുക്കിനി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഇത് സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പിന്നെ ഇത് വയലറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ കേട്ടോ, വയലറ്റ് നിറത്തിലുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട്. നമ്മുടെ ഗ്രീൻ ബീൻസ് കണ്ടോ, പക്ക ബീൻസിൻ്റെ കളറ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറേ അധികം സാധനങ്ങൾ അതിനകത്തുണ്ട്. റാഡിഷ് ഉണ്ട്, പിന്നെ ഇത് മത്തൻ തന്നെയാണ്, എന്തൊക്കെയോ കുറേ സാധനങ്ങൾ. എന്തായാലും വളരെ ഭംഗിയായിട്ട് ഇതേ ഒരു വെണ്ടയ്ക്കൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. എൻ്റെ ക്രിസ്പിനെസ് നോക്കിയോ, ഉണ്ടോ? സൗണ്ട് കേൾക്കണ്ട, അത്രമാത്രം ക്രിസ്പിയാണ് ഈ സാധനം. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ സാധനം, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് ഒറിജിനൽ തന്നെയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ഈ എന്താ പറയുക വെജിറ്റബിൾ ചിപ്സ് ഉണ്ടാക്കിയെടുക്കുന്ന, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇതിൻ്റെ ഗുണങ്ങളും വളരെ കുറച്ച് ദോഷങ്ങളുണ്ട് എല്ലാം ചേർത്ത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ആവശ്യമായ പച്ചക്കറികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏത് പച്ചക്കറിയിലും ചെയ്യാം, പക്ഷേ ഏറ്റവും വ്യാപകമായിട്ട് ചെയ്തു വരുന്ന ഞാൻ ഈ പറഞ്ഞ ഈ പച്ചക്കറികളിലെ സാധാരണയായിട്ട് ചിപ്സ് ഉണ്ടാക്കി വരുന്ന കേട്ടോ. ഇതിന് ചെയ്യുന്നത് ആദ്യം പച്ചക്കറികളെ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൽ മണ്ണും അഴുക്കും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കും. പിന്നെ അതിന് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്യും കേട്ടോ. ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത്, ഇങ്ങനെ റൗണ്ട് ആയിട്ടാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെ നീളത്തിലാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ടാമത്തെ പ്രോസസ്സ്. അതിനുശേഷം ചെയ്യുന്നത് പ്രീ ട്രീറ്റ്മെൻറ്റ് എന്നൊരു പ്രോസസ്സാട്ടോ. ഇവിടെ ചെയ്യുന്നത് പച്ചക്കറിയുടെ സ്വഭാവം അനുസരിച്ച് ഇതിനെ കുറച്ച് നേരം ബ്ലാഞ്ചിങ് എന്നൊരു പ്രോസസ്സ് നടത്തും. ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ഐസിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോകാതിരിക്കുക അല്ലെങ്കിൽ കളർ മാറിപ്പോകാതിരിക്കാൻ ചെയ്തൊരു പ്രോസസ്സാണ്. അപ്പോൾ കുക്കിംഗ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ആ ബ്ലാഞ്ചിങ് പ്രോസസ്സാണ് പ്രീ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് വരുന്നത്. ഇത്രയും ക്രിസ്പി ആയിട്ട് ഈ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഈ മാർഗ്ഗങ്ങളിൽ ചിലത് ഓയിൽ ഫ്രീ, തീരെയും ഓയിൽ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇനി ചില മാർഗ്ഗങ്ങളിൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓയിൽ ഫ്രീ ആയിട്ട് ഇത്തരം വെജിറ്റബിൾ ചിപ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഓയിൽ ഫ്രീ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ 3-4 മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹോട്ട് എയർ ഡീഹൈഡ്രേഷൻ എന്നൊരു മാർഗ്ഗമുണ്ട്. ഡീഹൈഡ്രേഷൻ മീൻസ് വെള്ളം നീക്കം ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഹോട്ട് എയർ ഡീഹൈഡ്രേഷനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സ്ലൈസ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുത്ത ഈ വെജിറ്റബിൾസിനെ നിയന്ത്രിതമായി ചൂടുള്ള വായുവിൽ ഉണക്കിയെടുക്കുന്നു. ഇവിടെ ഓയിൽ അല്ലെങ്കിൽ എണ്ണ തീരെയും ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അടുത്ത മാർഗ്ഗമാണ് ഫ്രീസ് ഡ്രൈയിങ് എന്നൊരു മാർഗ്ഗം. ഈ ഫ്രീസ് ഡ്രൈയിങ്ങിൽ ആദ്യം ഈ അരിഞ്ഞെടുത്ത അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത പച്ചക്കറികളെ നന്നായിട്ട് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്തതിന് ശേഷം വാക്വം ഉപയോഗിച്ച് അല്ലെങ്കിൽ കുറഞ്ഞ മർദ്ദത്തിൽ ഇതിലെ വെള്ളം മൊത്തം നീക്കം ചെയ്തതിന് ശേഷം ഇതിനെ ചിപ്സാക്കി മാറ്റിയെടുക്കും. ഇവിടെയും എണ്ണ തീരെ ഉപയോഗിക്കാറില്ല. ഇതുവഴി വളരെ ലൈറ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ ചിപ്സ് കിട്ടുമെങ്കിലും ചിലവ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ ഈ മാർഗ്ഗത്തിൽ. അടുത്ത മെത്തേഡ് വാക്വം ഡ്രൈയിങ് എന്നറിയപ്പെടുന്ന കേട്ടോ. ഈ വാക്വം ഡ്രൈയിങ്ങിൽ ചെയ്യുന്ന പച്ചക്കറികളെ നന്നായിട്ട് സ്ലൈസ് ചെയ്തതിന് ശേഷം കുറഞ്ഞ മർദ്ദത്തിൽ അഥവാ വാക്വമിൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഉണക്കിയെടുക്കും. ഈ രീതിയിൽ കിട്ടുന്ന ചിപ്സിന് ഒരു സ്വാഭാവിക നിറവും ഉണ്ടാവും, ആ രുചിയും അങ്ങനെ തന്നെ, ആ ഫ്ലേവറും അങ്ങനെ തന്നെ ഉണ്ടാവും. അടുത്തത് മൈക്രോവേവ് ഡ്രൈയിങ് എന്നൊരു മെത്തേഡ് കേട്ടോ. ഇവിടെ മൈക്രോവേവ് എനർജി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ചിപ്സിൽ നിന്ന് വെള്ളത്തിന് നീക്കം ചെയ്യുന്നൊരു മാർഗ്ഗമാണിത്. വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ കൊമേഴ്സ്യലി അല്ലെങ്കിൽ വ്യാവസായികമായിട്ട് വെജിറ്റബിൾ ചിപ്സ് നിർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് മെത്തേഡുമാണ് ഈ മൈക്രോവേവ് ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഈ പറഞ്ഞ 4 മാർഗ്ഗങ്ങളിലും എണ്ണ അല്ലെങ്കിൽ ഓയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല എങ്കിലും ഇനി പറയുന്ന 2 മാർഗ്ഗങ്ങളും വളരെ കോമൺ ആണെങ്കിലും അവിടെ എണ്ണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് വാക്യൂം ഫ്രൈയിങ് എന്നാണ്. നേരത്തെ പറഞ്ഞ വാക്യൂം ഡ്രൈയിങ് ആണ്, ഇത് വാക്യൂം ഫ്രൈയിങ് ആണ്. ഇവിടെ ചെയ്യുന്ന ഈ വെജിറ്റബിൾസിനെ കുറഞ്ഞ മർദ്ദത്തിൽ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഇവിടെ കിട്ടുന്ന ചിപ്സ് നല്ല ക്രിസ്പി ആയിരിക്കും, പക്ഷേ ഓയിൽ ഉണ്ടാവും. അടുത്തത് ഡീപ്പ് ഫ്രൈയിങ് ആണ്. നമ്മൾ വീട്ടിലൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്ന രീതി തന്നെയാണ്. നന്നായിട്ട് തിളച്ച എണ്ണയിൽ വെജിറ്റബിൾ ചിപ്സ് ഇട്ട് വറുത്ത് കോരുന്ന രീതിയാണ്. ഇവിടെയും നല്ല ക്രിസ്പി ആയിട്ട് ചിപ്സ് കിട്ടും, പക്ഷേ ഓയിൽ കുറച്ച് കൂടുതലുണ്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ ചിപ്സ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സീസണിങ് ആണ് അടുത്ത പരിപാടി. സീസണിങ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി ചിലർ ഉപ്പ് ആഡ് ചെയ്യാറുണ്ട്, കുരുമുളക് ആഡ് ചെയ്യാറുണ്ട്, ചില്ലി പൗഡർ ആഡ് ചെയ്യാറുണ്ട്, ഇനി ഷുഗർ ആഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, മധുരം കിട്ടാൻ വേണ്ടി. ഇങ്ങനെ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിൽ സീസണിങ് ചെയ്യാറുണ്ട്. ശരിക്കും ഇതിൻ്റെ പച്ചക്കറിയുടെ സ്വാഭാവിക ടേസ്റ്റ് കിട്ടണമെങ്കിൽ സീസണിങ് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എന്തായാലും അതിനുശേഷം ഈ ചിപ്സിനെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കും. തണുപ്പിച്ചതിന് ശേഷം ഇനി അവശേഷിക്കുന്നത് പാക്കിംഗ് ആണ്. പാക്കിങ്ങിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് മോയ്സ്ചർ പ്രൂഫ് പാക്കിംഗ് ആണ്. ഒട്ടും നനവ് ഉള്ളിലേക്ക് കടക്കാത്ത ഒരു മാർഗ്ഗമാണ് ഉപയോഗിക്കുക. അതായത് ആ ക്രിസ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു കരുകരുപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മോയ്സ്ചർ കടക്കാത്ത ലാമിനേറ്റഡ് പൗച്ചുകൾ ഇതിനെ പാക്ക് ചെയ്യും. ഇനി വ്യാവസായികമായിട്ട് നിർമ്മിക്കുമ്പോൾ നൈട്രജൻ ഫ്ലഷിംഗ് പോലുള്ള മെത്തേഡുകളും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആകുമ്പോൾ നമ്മുടെ ചിപ്സിൻ്റെ പ്രിപ്പറേഷനും പാക്കിങ്ങും കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഗുണങ്ങൾ, ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞുതരാം. ഇനി എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതും പറയാമെന്ന്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ തന്നെ നോക്കാം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും പ്രധാന ഗുണം നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് ഓയിൽ ഫ്രീ ആണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ റിലയബിളായിട്ട്, ഇപ്പോഴത്തെ കുട്ടികളറിയാം ലേസും കുർക്കുറയും ബിങ്കോയൊക്കെ കഴിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ സ്നാക്സ് ആക്കി കൊടുത്തേക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ ഇത്. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് ഷെൽഫ് ലൈഫ് വളരെ കൂടുതലായിരിക്കും കേട്ടോ. വളരെ കാലം കേടുകൂടാതെ ഇരിക്കും. റെഫ്രിജറേഷൻ്റെ ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ ടെമ്പറേച്ചറിൽ നന്നായിട്ട് പാക്ക് ചെയ്ത് വയ്ക്കാമെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളും കുറേ കാലം. ഇനി വെള്ളം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നത് കൊണ്ട് ഇതിന് ഭാരം കുറവായിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസിയാണ്. എവിടെ വേണോ കൊടുത്തയക്കാൻ വളരെ വെയിറ്റ് കുറവായിരിക്കും കേട്ടോ. ഇനി ഇത് റെഡി ടു ഈറ്റ് ആയതുകൊണ്ട് നമ്മുടെ യാത്രകളിലും ജോലി സ്ഥലത്തും പിന്നെ കുട്ടികൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാം വളരെ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി പോഷക ഘടകങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ പച്ചക്കറികളിലുള്ള പോലെ ഫൈബറും മിനറൽസും ഒക്കെ ധാരാളമായിട്ട് ഇതിലും ഉണ്ടായിരിക്കും. എന്നാൽ ചില ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻസ് നഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇനി ഇത് അധികം ലഭിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിപ്സായിട്ട് സൂക്ഷിച്ച് വെക്കാം എന്നൊരു ഗുണമുണ്ട്. ശരിയായ ഡ്രൈയിങ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ പച്ചക്കറിയുടെ സ്വാഭാവിക നിറവും ഫ്ലേവറും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കും എന്നാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഫ്രൈഡ് ചിപ്സ് ശരിക്കും എണ്ണയിൽ വറുത്തെടുക്കുന്ന ചിപ്സിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹെൽത്തി ആൾട്ടർനേറ്റീവാണ് നമ്മുടെ ഡ്രൈഡ് വെജിറ്റബിൾ ചിപ്സ്. ഇനി ഗുണങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതും പറയണമല്ലോ. ഞാൻ ആദ്യം പറഞ്ഞു നല്ലൊരു ഹെൽത്തി സ്നാക്ക് ഓപ്ഷനാണ് ഈ വെജിറ്റബിൾ ചിപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വെജിറ്റബിൾ എന്നൊരു പേര് ഉണ്ട് എന്ന് വെച്ചിട്ട് എത്ര വേണോ വലിച്ചു വാരി കഴിക്കാം എന്ന അർത്ഥമില്ല. അധികമായാൽ അമൃതും വിഷം എന്നൊക്കെ പറഞ്ഞതുപോലെ ഇതിനും ചില ദോഷവശങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇതിന് കാലറി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ സോൾട്ട് ചേർത്ത ചിപ്സാണ് കഴിക്കുന്നതെങ്കിൽ അധികം കഴിക്കുകയാണെങ്കിൽ സോൾട്ട് ഇൻടേക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി ഡീഹൈഡ്രേറ്റഡ് ചിപ്സ് ഓയിൽ ഫ്രീ ആണെങ്കിലും ചില മാർഗ്ഗങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ ഓയിൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇനി ഇത് ചൂട് ഉപയോഗിച്ച് ഡ്രൈ ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ സി പോലെയുള്ള ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വിറ്റാമിനുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വലിയ അളവിൽ കഴിക്കുകയാണെങ്കിൽ ഇതിൽ ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് ചിലർക്കെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവാം. ഇനി അവസാനമായിട്ട് ഇത് വ്യാവസായികമായിട്ട് നിർമ്മിക്കുമ്പോൾ ഇത് കേടുകൂടാതിരിക്കാനും സ്വാദ് നൽകാനും ഒക്കെ പ്രിസർവേറ്റീവ്സോ ഷുഗറോ ഒക്കെ ചിലപ്പോൾ ചേർക്കാറുണ്ട്. അതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗുണങ്ങൾ വളരെ കൂടുതലും ദോഷങ്ങൾ കമ്പാരാറ്റീവ്ലി കുറവുമാണ്. അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ടാവും. അപ്പോൾ ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മിക്കവാറും വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ ചില ബേക്കറികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓൺലൈൻ വാങ്ങുന്നതാണ്. ഓൺലൈൻ വാങ്ങുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ, നല്ല പാക്കിങ്ങിൽ കിട്ടുകയും ചെയ്യും, കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ വാങ്ങണമെന്നുള്ളവർക്ക് വേണ്ടി 1-2 പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് എങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ ഒരു സെയിം ടേസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.